ചാനൽ. അപ്പം ഞാൻ ഒരു ലഞ്ച് റുട്ടീൻ ലഞ്ച് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കോളേജിലാണ്. കോളേജിൽ ഇരുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ക്ലാസ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു. അപ്പം ഞങ്ങൾ ഈ കൈ കഴുകാൻ പോവാണ് കേട്ടോ. കൈ കഴുകാൻ പോവാം. ാൻഡിൽ കൂടെ പോയിട്ടായിട്ട് നമ്മുടെ കൈ കഴുകണ സ്ഥലമുള്ളത്. വീട്ടിൽ പോവാം. വിശാലമായ പാത്രം. ലഞ്ച് വ്ളോഗാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതാണ്. ഇവിടെയാണ് വാഷിംഗ് ബേസിൻ. ഇത് പുതുക്കിയ പാത്രമാണ്. ഇവിടെ കണ്ണാടി നോക്കും. വളരെ മനോഹരമായ കണ്ണാടി പുതിയത് വെച്ചത്. അതാണ് എത്ര ഭംഗി. 3 പേരും 4 പേരുടെ അടുപ്പിച്ച് ക്ലാസ് ആയിരുന്നു. നല്ല ഉറക്ഷീണമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൈ കഴുകും. കൈ കഴുകിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അറ്റാക്കിംഗ് ടൈം. ഞാൻ കുട്ടാൻ പാത്രം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആശംസിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വെള്ളം നിറക്കണം, പാത്രം കഴുകണം. ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ. ഓക്കെ, നമ്മുടെ മുമ്പിൽ ഫ്രണ്ട്സൊക്കെ മുമ്പിൽ നടന്നുണ്ട്. ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തിട്ട് വരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കാം. ഫാനിൻ്റെ സൗണ്ട് വിടൂല്ലേ? വേണ്ടോ എന്നിട്ടേക്കും കഴുകാൻ പോവാണ്. ഇവിടെ ഭയങ്കര എന്താ പറയുക, ഏകാന്തത എന്ന് പറയും. അത്രയും വേണ്ടേ. ഈ ഗായമാണ് കേട്ടോ ക്യാമറ പിടിക്കുന്നത്. ഗായൻ്റെ ക്യാമറ വിവിധ തരം ഇവിടെ ഉണ്ട്. നമ്മൾ വെള്ളം നിറയ്ക്കുക, നമുക്ക് വന്നിട്ട് നിറയ്ക്കാം, പാത്രം കഴുകിയിട്ട് നിറയ്ക്കാം. കുപ്പി ഇവിടെ വെക്കേണ്ട, ആരെങ്കിലും അടിച്ചിട്ട് പോയാൽ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വെക്കാം.
ഓക്കെ വേസ്റ്റ് ഇടാട്ടോ. എവിടെയാണ് വേസ്റ്റ് ഇടുക? ഇവിടെ ഒരു ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേസ്റ്റ് ഇടുന്നു. വേസ്റ്റ് ആയിട്ട് ഒന്നുമില്ല. അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ കുപ്പി കാണിക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ കുപ്പി. അടിച്ചുകൊണ്ട് പറ്റിയ കുപ്പിയാണ് നമ്മള് സ്പ്രൈറ്റ് എന്ന് പറയും. സ്പ്രൈറ്റിന്റെ കുപ്പിയില്ല ഇത് അമ്മ മണ്ണെണ്ണ വാങ്ങിക്കാൻ കൊണ്ടിരുത്തിരുന്ന കുപ്പിയല്ല. എന്തോ ചൊട്ടി കുപ്പി എടുത്ത് വെക്കണം. കയ്യിൽ പിടിച്ചു. കൈ പിടിക്കാം. ഓക്കെ, ഇനി ഈ വാതിലിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഇത് ഹൈഡ്രോളിക് ആണ്. ഹൈഡ്രോളിക് ആണ്. എനിക്കിന്റെ പേരറിയില്ല. ഗായിനെ അറിയണ ഞാൻ ഗായി പറഞ്ഞു. സയൻസ് പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇനി ഒന്നുമ്പോ എന്ത് വരും? പ്രഷർ നമുക്ക് നല്ലോണം നമ്മള് ആ പാട്ടിന്റെ പോലെ നല്ലൊരു കാറ്റ്. ഇനി നമ്മൾ പാത്രം കഴുകിയിരിക്കുന്നു. ഇനി നമുക്ക് പാത്രം എന്ത് ചെയ്യാം? വെള്ളം നിറയ്ക്കാം. വെള്ളം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ഒരു സൈഡിലെ ഫിൽറ്റർ. ഇപ്പോഴത്തെ നോർമൽ വാട്ടർ, ഇപ്പോഴത്തെ കോൾഡ് വാട്ടർ. നോർമൽ വാട്ടർ ഇവിടുത്തെ എനിക്കിഷ്ടമില്ല കേട്ടോ. എനിക്ക് ചൂടുവെള്ളം ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് ചൂടുവെള്ളം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് തണുത്ത വെള്ളം കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് പിടിച്ചു? കോൾഡ് വാട്ടർ പിടിക്കാൻ പോകുന്നു. എന്നെ ആരെ ചോട്ടുന്നത് പോലെ തോന്നുന്നു. നിറച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കരുത്. കുളിക്കാനാണ് ഈ വെള്ളം, കുളിക്കാനല്ലേ. ഇവിടെയാണ് ഞങ്ങളുടെ ഷട്ടിൽ കോർട്ട്. ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഇങ്ങനെ സെപ്പറേറ്റ് സ്പോർട്സിന്റെ സാധനങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് കോർട്ടുകൾ. അത് സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു പഠിച്ച നല്ല കാറ്റ് വീശുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ്. ഓക്കെ, നീ പറഞ്ഞേടി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 ഞാൻ വേറെ പറയാം. കുന്തിദേവി കിട്ടിയെടുക്കാൻ പോയപ്പോ കിണ്ടി കൊണ്ട് കുണ്ടിൽ വീണു. ഓക്കെ, 10 തവണ. കുന്തിദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി ഉരുണ്ട കുണ്ടിൽ വീണു. ഓക്കെ, 10 തവണ. കുന്തിദേവി കിണ്ടി കഴുകാൻ പോകുമ്പോൾ കിണ്ടി ഉരുണ്ട കുണ്ടിൽ വീണു. കുന്തിദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി ഉരുണ്ട കുണ്ടിൽ വീണു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. എനിക്ക് മനസ്സിലായില്ല. കുന്തിദേവി കിണ്ടി കഴുകാൻ പോയി. ഓക്കെ, കുന്തിദേവി എന്നെ നീ കളിയാക്കി. എനിക്ക് ഉഷ്ണിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ആ സാറല്ല, നമ്മളിരിക്കണ ക്ലാസ്സിൽ സാറ് വന്ന 1 മിനിറ്റ് സാധന സാമഗ്രികൾ എടുക്കട്ടെ. ചീർപ്പും സ്ലൈഡ് ബാഗ് കൊടുക്കട്ടെ. ഇനി വേണ്ട, നമ്മള് ചീർപ്പ് സ്ലൈഡ് കൊടുത്ത് ഇറങ്ങി. അപ്പൊ സാർ ഇത് ആരുടെ ബാഗ്? ഞങ്ങളുടെ ബാഗ് സാർ. ഇത് വേണ്ടല്ലേ? ഇത് വേണ്ട ആദ്യം. അങ്ങനെ. ഓക്കെ, ഞങ്ങളുടെ ഈ ക്ലാസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഓഡിറ്റോറിയം. റോണി അതൊന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ ഓഡിറ്റോറിയം വേറെ ടൈപ്പ് ഓഡിറ്റോറിയം. റോണിയുടെ കൈ കഴിക്കുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചോളാം ക്യാമറമാനോട്. കൈ കഴിക്കുന്നുണ്ടോ കുട്ടി നിനക്ക്? ഇവളെ പേടിയാണ് സത്യത്തിൽ. യെസ്, ഞാനാണ് ലേഡി ഗുണ്ട. ഓക്കെ, ലേഡി ആരാ ബിഗ് ബോസ് കാണാണ് നിങ്ങള്? അടുത്ത സീസൺ. സീസൺ 6 തുടങ്ങാൻ. എന്തൊക്കെ സഹിക്കണം നിങ്ങൾ എന്നെ. ആണോ? തമിഴില് ഞാൻ കഴിഞ്ഞ സീസൺ കണ്ടിട്ടുണ്ടായിരുന്നു. മായ, പ്രദീപ്. നമ്മളിനി ഗായുവിന്റെ സ്പെഷ്യൽ സാധനം കഴിഞ്ഞു. ഇനി നമ്മൾ മുടി മെടയാൻ പോവുകയാണ്. പ്രത്യേക തരത്തിലുള്ള മടിച്ചിലാണ് ഗായു നീ ചെയ്യുന്നത്. കൊണ്ടുവരും. എന്റെ വായിൽ ലഡ്ഡു കൊണ്ടുവരുമോ? വിൽക്കൂ. വേറെ കടലാസിന്റെ അവിലൊന്നും പോവില്ല. എനിക്ക് ആകെ വേണ്ട എത്തിങ്ങാനുള്ള സാധനങ്ങൾ വേഗം എടുത്തിട്ട് വരും. പക്ഷെ കഴിക്ക് ഇപ്പൊ കപ്പാസിറ്റി ഇല്ല. ഞാൻ ഇപ്പൊ ഒരു ഊണ് കഴിഞ്ഞിരിക്കുകയാണ്. അതും വിഭവസമൃദ്ധമായ കുറെ കറികൾ. ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ?
എനിക്ക് കഴിക്കാൻ കുറേ ഉണ്ടായിരുന്നു, കാരണം ഞാൻ എല്ലാം കഴിക്കും. അയ്യോ ഉണ്ട പറഞ്ഞ ഗൈസ് ബൺ തലമുറത് എന്റെ നാട്ടിൽ ഞാൻ ഉള്ളിലുള്ളത് ബുദ്ധിയാണ്, അതൊന്നും തരാൻ പറ്റില്ല. അയ്യോ ആർക്ക് വേണം? യെസ് ഗായന 1 കിലോ തരുന്നുണ്ട് ഞാൻ. അയ്യോ വേണ്ട, എന്റെ ബുദ്ധി മതിയേ. ജോലിയൊക്കെ കിട്ടട്ടെ തരുന്നുണ്ട്. ഓക്കെ എങ്ങനെയുണ്ട് ഗൈസ് പറയൂ. ഇത്ര സുന്ദരിയാണോ? ഞാൻ ഒന്ന് കറങ്ങിയാലോ എന്നാ ഓക്കെ ഗൈസ്, നമ്മുടെ ലഞ്ച് റുട്ടീൻ അതിന് ലഞ്ച് ബ്ലോഗ് ഞാൻ അപ്പോൾ നിർത്തുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിരിടുണ്ട് 2 മണി നേരത്തെ. ഇപ്പോൾ തന്നെ 1:55 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പം നടന്നാലേ അപ്പം എത്തുള്ളൂ. അപ്പം നമുക്കൊന്ന് കണ്ണാടിയും കൂടി നോക്കിയിട്ട് പോകാല്ലേ. അതിനുശേഷം മുടി കെട്ടി ഉഷ്ണിക്കാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതും ജട പിടിക്കാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതും മുടി മടഞ്ഞിടുകയാണ് ഫോർ ഗേൾസ്. ബോയ്സിൻ്റെ കാര്യം ഞാൻ പറയാനാണല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോടെ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ.